ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിപ്പോൾ മൺഡേ അല്ലേ? ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഒരു റൈറ്റ് പാത്തിലാണോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന രീതിക്ക് നമുക്ക് ചോദിക്കാം. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന സ്റ്റെപ്സ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ റൈറ്റായ വഴിയിലാണോ, ശരിയായ വഴിയിലാണോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, ആർ യു ഓൺ ദ റൈറ്റ് പാത്ത്? നിങ്ങളുടെ ലൈഫിൽ, അതായത് നിങ്ങൾക്ക് നല്ലത് വരാനും ഒക്കെ യൂണിവേഴ്സ് തീരുമാനിച്ച ആ ഒരു വഴിയിലാണോ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് നോക്കാം. ഓക്കെ, സ്ട്രെങ്ത്, വെരി ഗുഡ്. ഓക്കെ, എയ്റ്റ് ഓഫ് സോർഡ്സ്, നയൻ ഓഫ് പെന്റിക്കിൾസ്, നൈറ്റ് ഓഫ്, ഓക്കെ, wow, good. ഓക്കെ, ഇവിടെ ഐ തിങ്ക് നിങ്ങളിപ്പോൾ റൈറ്റ് ആക്ഷൻസ് എടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് നിങ്ങൾ ഇതുവരെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ നിങ്ങളുടെ ഉള്ളിലുള്ള പേടികളാണ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ചില പേടികൾ, ഫിയേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു അവനവനിൽ വിശ്വാസമില്ലായ്മ, അവനവൻ്റെ കഴിവിൽ വിശ്വാസമില്ലായ്മ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാനിത് ചെയ്താൽ ശരിയാവില്ല എന്ന രീതിയിൽ, മറ്റുള്ളവർ തടുക്കും എന്ന രീതിക്കുമായിരിക്കാം. അതായത് മറ്റുള്ളവർ സമ്മതിക്കില്ല, ഫാമിലി സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ തെറ്റിപ്പോയാലോ എന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ പേടി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ, ഞാനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവോ ഇല്ലേ എന്നുള്ളൊരു പേടി, എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആയിരിക്കാം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് തോന്നും ദറ്റ് നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ഒരു സാഹചര്യങ്ങൾ ശരിയല്ല എന്ന രീതിക്ക് നമുക്ക് തോന്നും. പക്ഷെ ഒരിക്കലും സാഹചര്യം ഒരിക്കലും നമുക്കൊരു തടസ്സമല്ല. സാഹചര്യങ്ങൾ എനിക്ക് ഒത്തുവരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ സാഹചര്യമല്ല ഇവിടെ പ്രശ്നം എപ്പോഴും. ഓക്കെ, നമ്മളുടെ മനസ്സാണ് പ്രശ്നം. ഓക്കെ, നമ്മളുടെ മനസ്സാണ് നമ്മൾ, അതായത് ഞാൻ ഇതിനെ മറികടക്കാൻ ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വഴികൾ തുറന്നു കിട്ടും. എപ്പോഴും അങ്ങനെയാണ്. ഓക്കെ, നമ്മൾ സാഹചര്യത്തിനെ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സാഹചര്യങ്ങൾ മാറ്റാനുള്ള കഴിവ് എപ്പോഴും നമ്മുടെ കയ്യിലാണ്. സോ ഇവിടെ എൻ്റെ ഫാമിലി സമ്മതിക്കില്ല, ഞാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് മാറണ്ടേ, സ്ഥലം മാറണ്ടേ, എങ്ങനെ ഞാൻ പോവും, വീട്ടിലെ കാര്യം എങ്ങനെ നോക്കും, അങ്ങനെ ഇങ്ങനെ ഈ 100 ക്വസ്റ്റ്യൻസ്. അതായത് കുട്ടികളുണ്ട്, കുട്ടികളുടെ കാര്യം നോക്കണം. മീൻസ് മാരീഡ് ആൾക്കാരാണെങ്കിലും സിംഗിൾസ് ആണെങ്കിലും നിങ്ങൾക്ക് ഞാൻ പഠിച്ച ലൈനിലല്ല എനിക്ക് ജോലി കിട്ടുന്നത്, അപ്പോൾ ഫാമിലി സമ്മതിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം വേറെയാണ്, താല്പര്യം വേറെയാണ്, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളെ തന്നെ ഇങ്ങനെ തടസ്സപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഐ തിങ്ക് ബട്ട് നിങ്ങളിപ്പോൾ പുറത്ത് വരാൻ തുടങ്ങുന്നുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു നിങ്ങളുടെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്, അതായത് നിങ്ങളുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് കൊണ്ടുവരാം, നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്ട്രെങ്ത് കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ കറേജ് കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ധൈര്യത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ഇപ്പോൾ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പേടികളെ നിങ്ങൾ തന്നെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഇതിൽ നിന്ന് മറികടക്കാൻ നിങ്ങൾ റെഡിയാണിപ്പോൾ. ഓക്കെ, നിങ്ങളുടെ സ്ട്രെങ്ത് യൂസ് ചെയ്തിട്ട്, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് ആണ് പറയുന്നത്. കുറച്ച് പേർക്ക് ചിലപ്പോൾ അത് ശാരീരികമായിട്ടുള്ള സ്ട്രെങ്ത്തുമായിരിക്കാം. അതായത് ആരോഗ്യം, നിങ്ങൾക്ക് തോന്നുന്നു എൻ്റെ ആരോഗ്യം ശരിയല്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ അതും മറികടക്കുന്ന ഒരു ഇതാണ് എനിക്ക് കാണുന്നത്. സോ നിങ്ങളിവിടെ നിങ്ങളെ തന്നെ സ്ട്രോങ് ആക്കിയിട്ടില്ല, എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ ആരോഗ്യം ബെറ്ററാക്കും, ഞാൻ തന്നെ ബെറ്ററാവും, ഞാൻ ഒരു കോൺഫിഡൻസ് ആയിട്ട് എൻ്റെ ഒരു ധൈര്യം വെച്ച് ഞാൻ മുന്നോട്ട് പോകും എന്ന രീതിക്ക് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ അതിൻ്റെ റിസൾട്ടായിട്ട് ഐ തിങ്ക് നിങ്ങളിപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എപ്പോഴും ആരെങ്കിലും എനിക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് വെച്ചാൽ കുറേ പേര് പറയാറുണ്ട് എന്നിട്ട് എനിക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോകാനൊക്കെ പേടിയാണ്, എനിക്ക് ആരെങ്കിലും എൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ തനിച്ച് എങ്ങനെയാണ് പോവുക, ഞാൻ തനിച്ച് എങ്ങനെ ചെയ്യും എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. സോ ബട്ട് ഇവിടെ ഐ തിങ്ക് കുറേ ഇൻഡിപെൻഡൻസ് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. സോ നിങ്ങൾ തന്നെ ഐ തിങ്ക് ഇപ്പോൾ മാറാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ സ്വന്തം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഏണിംഗ് ഉണ്ടാക്കാം. വീട്ടുകാരൊക്കെ തടഞ്ഞാലും മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന പോലെയുണ്ട്. ആൻഡ് ഐ തിങ്ക് അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് കാണുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ കുറേ കൂടി ഇൻഡിപെൻഡൻ്റ് ആവുന്ന പോലെ, മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ, അത് പണത്തിൻ്റെ കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലായിരിക്കാം. ഓക്കെ, എന്തും നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ അതിനെ അച്ചീവ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. സക്സസ് കാണുന്നുണ്ട് എനിക്ക്. നിങ്ങളുടെ ഒരു ഇൻഡിപെൻഡൻസിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അതായത് പണത്തിനായാലും ആരെയും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്താനുള്ള ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ശ്രമം നടക്കുന്നുണ്ട്. എൻ്റെ നല്ലതാണ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും.
നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് പലതും നേടിയെടുക്കാൻ സാധിക്കും എന്ന രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ഈ സ്ട്രെങ്ത് നിങ്ങൾ യൂസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. നിങ്ങൾക്കതിന് നിങ്ങൾ റൈറ്റായ വഴി തന്നെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ആദ്യം അവനവൻ്റെ ഉള്ളിലത്തെ ഫിയേഴ്സാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും. ഓക്കെ, ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എടുക്കാനാണ് നമ്മൾ ധൈര്യം കാണിക്കേണ്ടത്. ആ ധൈര്യം കാണിക്കുമ്പോൾ തന്നെ ഐ തിങ്ക് ഇവിടെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് നമ്മൾ ഫോൾ ഇൻ ടു പ്ലേസ് എന്ന് പറയാം. ഓക്കെ, എല്ലാം അതിൻ്റേതായ വഴിയിൽ നടക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരു ഓൾറെഡി കുറച്ച് പേര് ഇങ്ങനെ എത്തിയിട്ടുണ്ടാവാം. ദറ്റ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്കുള്ള പണം നിങ്ങളുടെ കയ്യിലുണ്ടാവുക, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റേജിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ട്, അല്ലെങ്കിൽ തനിച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനുള്ള അതെനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. കുറേ കൂടി കറേജ്, ധൈര്യത്തോടെ നിങ്ങൾ ആക്ഷൻസ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, മുൻപ് പേടിച്ച് നിന്നത്, ഇങ്ങനെ പേടിച്ച് നിന്നത് ഇപ്പോൾ നിങ്ങൾ ആക്ഷനായിട്ട് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിൽ ഒരു മുന്നോട്ട് ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് അഗൈൻ ഇത് കാണിക്കുന്നതും നല്ലൊരു കരിയർ, അതായത് ലേഡീസ് ആവണമെന്നില്ല, നിർബന്ധമില്ല കേട്ടോ. ഓക്കെ, ജെൻസ് ആയാലും നിങ്ങളുടെ ജോലിയിൽ, കരിയറിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ ഓക്കെ വളരെ ഒരു അബൻഡൻസിലേക്ക് എത്തുന്ന രീതിയിലാണ് കാണുന്നത്. ആൻഡ് യൂണിവേഴ്സ് പറയുന്നത് യെസ്, നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന കാര്യം, ഏറ്റവും നമ്മൾ മെയിൻ സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുന്നുണ്ട് ഇപ്പോൾ. അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം. അതായത് ശരിക്കും റൈറ്റ് പാത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അബൻഡൻസിലേക്ക്, നിങ്ങളുടെ ഒരു കരിയർ ഗ്രോത്ത് ആയിരിക്കാം. ഓക്കെ, കരിയറിൽ ഗ്രോത്ത്, നിങ്ങളുടെ പണത്തിൻ്റെ ഫൈനാൻഷ്യലി നിങ്ങൾ ഗ്രോ ചെയ്യുക, നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആവുക, ഹെൽത്ത് വളരെയധികം ബെറ്റർ ആവുക. നിങ്ങൾ ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. സോ ആരോഗ്യം ബെറ്റർ ആവുക, നിങ്ങളുടെ ലൈഫ് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുക, ഫാമിലിയെ നല്ല രീതിക്ക് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. ആ രീതിക്ക് നിങ്ങൾക്കൊരു ഗ്രോത്താണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, ഇമോഷണൽ മാറ്റിയിട്ട് നിങ്ങൾ പ്രാക്ടിക്കൽ ആവാൻ തുടങ്ങിയിട്ടില്ല. എനിക്ക് ഇത് വേണം, ഇന്ന കാര്യം വേണം, അത് ഞാൻ ചെയ്തെടുക്കും എങ്ങനെയെങ്കിലും. ഓക്കെ, ഇമോഷണലായിട്ട് കാര്യമില്ല എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ കഴിവുകൾ യൂസ് ചെയ്ത് നിങ്ങളെ തന്നെ മുന്നോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കും എന്നുമാണ്. ഓക്കെ, പാസ്റ്റിൽ നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾ തനിച്ചാണ് എന്ന രീതിക്കൊക്കെ. ബട്ട് ഇവിടെ എനിക്ക് 10 of Pentacles, 10 of Swords ഒക്കെ കാണുന്നുണ്ട്. സോ എവിടെയോ ചില എൻഡിങ്സ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ തനിച്ചായിപ്പോയി, അല്ലെങ്കിൽ ഒറ്റയ്ക്കായിപ്പോയി, നിങ്ങളെ ആരെങ്കിലും വിട്ടുപോയി. ഓക്കെ, നിങ്ങൾക്ക് തനിച്ച് ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. അതൊക്കെ നിങ്ങളെ കുറച്ച് ടെൻഷനും ആക്കിയിട്ടുണ്ടാവും. ഓക്കെ, ബട്ട് അതിനെല്ലാം ഓവർകം ചെയ്ത് ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾ ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ ഐ തിങ്ക് നിങ്ങളുടെ സ്ട്രഗിൾസ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് തരും എപ്പോഴും. ഓക്കെ, നിങ്ങൾ ഒരിക്കലും തനിച്ചാണെന്ന് നിങ്ങൾ കരുതരുത്. യൂണിവേഴ്സ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും. ഈവൻ അഗെയിൻ ഇവിടെ പെൻറ്റക്കിൾസ് ആണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള, അതാണ് ഫൈനാൻഷ്യലിൻ്റെ കാര്യമാണ്. സോ ഇവിടെ നിങ്ങൾ അതിലെന്തായാലും റൈറ്റ് പാത്തിലാണ്. കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ കരിയറിൻ്റെ പറയുകയാണെങ്കിൽ ഓക്കെ, ഞാനതും പറയാം. ഒരു ജോലി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആദ്യം നമ്മുടെ മനസ്സിൽ നിങ്ങൾ ആ ധൈര്യം കൊണ്ടുവരണം. ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, എന്തെങ്കിലും തടസ്സം വന്നാൽ തന്നെ ഞാൻ എങ്ങനെയെങ്കിലും ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും ചെയ്യാം എന്ന രീതിക്ക് ചിന്തിച്ച് ഒരു മുന്നോട്ട് പോകുന്നത്. സോ അതെല്ലാം നിങ്ങളെ ശരിക്കും നിങ്ങളിടുന്ന എഫേർട്ട്, ജോലിയിലിടുന്ന എഫേർട്ട്, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും നിങ്ങളെ തന്നെ പിന്നോട്ട് വലിക്കുന്ന എന്തെങ്കിലും തോട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പേടികളുണ്ടെങ്കിൽ, നിങ്ങൾ അതിനെല്ലാം മറികടന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അതിന് മെയിനായിട്ട് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് ടു ഡു. ഓക്കെ, നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ബ്ലോക്കേജിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരികയാണ്. ആൻഡ് ഐ തിങ്ക് നിങ്ങൾ അച്ചീവ് ചെയ്യും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ. ഓക്കെ, പ്രത്യേകിച്ച് ഫൈനാൻഷ്യലാണ് ഇവിടെ എനിക്ക് കാണുന്നത്. സോ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫൈനാൻഷ്യലി നിങ്ങൾ കുറേയൊക്കെ നല്ല ഒരു സമയം നിങ്ങൾക്ക് സമയം വരാൻ തുടങ്ങും. നിങ്ങൾ റൈറ്റ് പാത്തിൽ തന്നെയാണ്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി നല്ലത് എടുത്തു വെച്ചിട്ടുണ്ട്. സോ കീപ് ഗോയിങ് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, മനസ്സിലെ ബ്ലോക്കേജസ് ഒക്കെ മാറ്റി അതിനെ മറികടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ദ പവർ ഓഫ് പ്രയർ, കീപ് ലേണിംഗ്. ഓക്കെ, comfort zone, step out of comfort zone, be open to guidance. Okay, good. And take a step back. Okay, ഫൈൻ. റിലിങ്ക്വിഷ് ഫിയേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ 8 of Swordsന്റെ പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ മനസ്സിലെ പേടികൾ ഓക്കെ, നിങ്ങൾ തന്നെ സ്വയം നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്യണം അവനവനെ, അതിൽ നിങ്ങൾ പുറത്തു വരൂ എന്നാണ്. ആൻഡ് ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു കാര്യം മേ ബി എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട എന്ന രീതിക്ക് ആയിരിക്കാം, കുറച്ചൊന്ന് സൂക്ഷിച്ച കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യൂ എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്തു. ബി ഓപ്പൺ ടു ഗൈഡൻസ്. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഹെൽപ്പ് എടുക്കാൻ ശ്രമിക്കുക, ഗൈഡൻസ് എടുക്കാൻ ശ്രമിക്കുക, ആരുടെയെങ്കിലും അഡ്വൈസ് എടുക്കുക. ബിക്കോസ് അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് സ്റ്റക്കായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ധൈര്യം കൊണ്ടുവരാൻ ഓക്കെ ചിലപ്പോൾ ആരുടെയെങ്കിലും ഗൈഡൻസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും.
ഓക്കെ. ആൻഡ് ഇവിടെ പ്രെയർ പറയുന്നുണ്ട്, പവർ ഓഫ് പ്രെയർ. ഓക്കെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞാൻ നിർത്തിയോ അതുപോലെ 5 പെൻറ്റിക്കിൾസിൻ്റെ നിങ്ങൾ ഒരിക്കലും തനിച്ചാണെന്ന് കരുതരുത്. ഓക്കെ, ഇതിവിടെ ഒരു ചർച്ചാണിത് പറയാം നമ്മൾ. ഓക്കെ, ഇവിടെ ഒരു ഏഞ്ചൽ നിൽക്കുന്നുണ്ട്. സോ ഏഞ്ചൽ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ്. സപ്പോർട്ട് എപ്പോഴും ഉണ്ട് നിങ്ങൾക്ക്. ഒരിക്കലും നിങ്ങൾ തനിച്ചല്ല. കീപ് ലേണിംഗ്. ഓക്കെ, ആൻഡ് നിങ്ങളോട് പറയുന്നുണ്ട് പഠിച്ചുകൊണ്ടിരിക്കൂ, ഇനിയും കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കൂ. ഓക്കെ, കീപ് ലേണിംഗ്. എന്നാലേ നിങ്ങളുടെ നമ്മൾ എപ്പോഴും ഇപ്പം ഇങ്ങനെ മാറിക്കൊണ്ട് വരികയാണ് പല കാര്യങ്ങളും അല്ലേ. നോളജ് എപ്പോഴും നമുക്ക് നല്ലതാണ്, വളരെ നല്ലതാണ്. സോ കീപ് ലേണിംഗ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പുതിയത് പഠിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ തന്നെ ഓക്കെ നിങ്ങളെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യൂ. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എപ്പോഴും കേൾക്കുന്നതും കാണുന്നതിലും എല്ലാം നമുക്ക് കുറേ പഠിക്കാനുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതം തന്നെ ശരിക്കും നമുക്കൊരു പാഠപുസ്തകമാണെന്ന് പറയാം. ഓക്കെ, പലതും നമ്മൾ പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതൊക്കെ നിങ്ങളെ ബെറ്റർ ആക്കി കൊണ്ടുവരും. ഓക്കെ, മനസ്സിലാക്കുക, എല്ലാം പഠിച്ചെടുക്കുക. നിങ്ങൾ ഓരോന്നും മനസ്സിലാക്കി വരിക. സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ എന്ന് മാത്രം. ഓക്കെ, കുറച്ച് പേർക്ക് 8 ഓഫ് സോർട്സ് നമ്മുടെ അതും ആവാം. അതായത് കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ചിലവരിങ്ങനെ പെട്ട് നിന്നിട്ട് നമ്മുടെ ഒരു ജീവിതം ഉണ്ടാവും അല്ലേ. നമ്മൾ ചിലവർ പ്രത്യേകിച്ച് എനിക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുകയാണെങ്കിൽ ലേഡീസിൻ്റെ ഓക്കെ, ജോലി ചെയ്യാത്ത ലേഡീസ് ആണെങ്കിൽ ആ വീട്ടിലിരിക്കുമ്പോൾ അവർക്കൊരു കംഫർട്ടാണ്. ഓക്കെ, ഈവൻ എനിക്ക് ഞാൻ അടക്കം അത് ഫേസ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് പറയാം. സോ നമ്മളങ്ങനെ ഇരുന്നിരുന്ന ആ ഒരു ശീലം വരുമ്പോൾ നമുക്ക് പിന്നെ അതിൽ നിന്ന് മാറാൻ ഒരു ബുദ്ധിമുട്ടാണ്. അത്ര എളുപ്പത്തിൽ സാധിക്കില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ ഇതിൽ മാത്രമല്ല, വീട്ടിൽ മാത്രമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ജോലി സ്ഥലത്ത് ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ നിങ്ങൾക്ക് അവിടെ നല്ലതല്ല. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അവിടെ നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്നില്ല. ഓക്കെ, പക്ഷെ എന്താ, കമ്പനി വിട്ട് മാറാൻ നിങ്ങളുടെ ഉള്ളിൽ പേടി. കാരണം ആ മാറിക്കഴിഞ്ഞാൽ ഇനി വേറെ കിട്ടുന്നത് എന്താവും എന്നറിയില്ല. ഓക്കെ, അതെങ്ങനെ ആ പുതിയ സ്ഥലം എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ഇവിടെ ഓക്കെ ശരിയല്ലെങ്കിൽ പോലും എവിടെ ഇരുന്നിരുന്ന് ശീലമായി അല്ലേ, ആ ഒരു ഹാബിറ്റ് വന്നു നമുക്ക്. സോ അതിൽ നിന്ന് പുറത്ത് വരാനും നമുക്ക് എപ്പോഴും മടിയാണ്. സോ അതാണ് ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് വേറെ നല്ലത് നിങ്ങൾക്ക് എത്താൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു പെട്ട് നിൽക്കുന്ന ഒരു ഇതിൽ നിന്ന് നമ്മൾ പുറത്ത് വരണം എന്നാണ്. ആൻഡ് യെസ്, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. പ്രാർത്ഥനകളും കാര്യങ്ങളും നടക്കട്ടെ. ആൻഡ് എല്ലാവർക്കും നല്ലൊരു ഉത്സാഹിക്കട്ടെ. നന്ദി, നമസ്കാരം.